ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീട്ടിൽ കൂടെ നിങ്ങളോടൊന്നിച്ച് ആരാധിക്കാൻ ലഭിച്ച അവസരത്തിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ നാളുകളിൽ പാലക്കാട് ശിറ്റൂരുള്ള ദൈവജനത്തോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ചു വരികയായിരുന്നു. ആരാധനയുടെ ബന്ധത്തിൽ ഒരു 1-2 വേദഭാഗങ്ങൾ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രാരംഭമായി 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 13-ാമത്തെ വാക്യം. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. 3 കാര്യങ്ങളാണ് ഇവിടെ ഓർപ്പിച്ചിരിക്കുന്നത്: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. കാലാകാലങ്ങളായി നമ്മുടെ ദൈവവും പിതാവുമായവനിൽ കർത്താവായ യേശുക്രിസ്തു മാത്രം വിശ്വസിക്കാനും പ്രത്യാശയുള്ളവരായി തീരുവാനും നമുക്ക് ഭാഗ്യം ലഭിച്ചു എന്ന് ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. എന്നാൽ ഇവിടെ വലിയതായിട്ടുള്ള ഒരു കാര്യത്തെ കാണിച്ചിരിക്കുന്നു: ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. സ്നേഹത്തിന്റെ അനേകം പ്രത്യേകതകൾ കൊരിന്ത്യരുടെ ഈ 13-ാം അധ്യായത്തിന്റെ തുടക്കം മുതൽ വായിക്കുന്നുണ്ടെങ്കിലും 2 പ്രത്യേകതകൾ മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് ഇങ്ങനെയാണ്. അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. 2-ാമത്തെ കാര്യം 7-ാമത്തെ വാക്യത്തിലാണ്: എല്ലാം പൊറുക്കുന്നു. നമുക്കറിയാം, നാം എല്ലാവരും പാപികളായിരുന്നു. എന്നാൽ പാപികളായിരിക്കുന്ന നമ്മളോട് ദൈവം നമ്മെ സ്നേഹിക്കുവാനും നമ്മളോട് ദീർഘക്ഷമ കാണിക്കുവാനും ദയ കാണിക്കുവാനും ആയിട്ട് ഇടയായിത്തീർന്നു. നമ്മുടെ പാപങ്ങളെ അവൻ പൊറുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്താണ് സ്നേഹം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നാം യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്നു. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ അതിന്റെ 9 മുതലായിരിക്കുന്ന വാക്യങ്ങൾ നാം എങ്ങനെയാണ് വായിക്കുന്നത്: ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചു തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. സ്നേഹം എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഈ വാക്യം നമ്മെ വ്യക്തമായി ഓർപ്പിക്കുന്നു. മാത്രമല്ല, ഈ വാക്യം നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തമാകാൻ. ആ വാക്യം നമ്മെ ഓർപ്പിക്കുന്നു, നാം എല്ലാവരും പാപികളായിരുന്നു. പാപത്തിന് ഒരു പ്രായശ്ചിത്തം ആവശ്യമായിരുന്നു. ആ സമയത്താണ് ദൈവം തന്റെ പുത്രനെ നമ്മെ സ്നേഹിക്കുകയും തന്റെ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചു തരുവാനുമായിട്ട് ഇടയായിത്തീർന്നു. നാം 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. ഈ മേശ നമ്മെ ഓർപ്പിക്കുന്ന കാര്യം അതാണല്ലോ. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. മേശമേലിരിക്കുന്ന അപ്പം കാണുമ്പോൾ, മേശമേലിരിക്കുന്ന പാനപാത്രം കാണുമ്പോൾ അത് അവന്റെ തറക്കപ്പെട്ട ശരീരത്തെ ഓർപ്പിക്കുന്നുവല്ലോ. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുക്കാനായിട്ട് ഇടയായിത്തീർന്നു. നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ഒരു പാപ പരിഹാര ബലിയായി പ്രായശ്ചിത്ത യാഗമായി തീരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹത്തെയും പുത്രന്റെ കഷ്ടാനുകളെയും ഓർത്തുകൊണ്ട് നമുക്ക് അവനെ ആരാധിക്കാം, സ്തുതിക്കാം. അതിനായി ചിന്തകളിടയാട്ടെ. ദൈവനാമം ഇന്നും എന്നേക്കും മഹത്വപ്രദമാകട്ടെ.